പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമിക് ആപ്ലിക്കേഷൻ ഓഫ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ്. ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കിന്റെ എക്കണോമിക് ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഈസ് ഒപ്റ്റിമൈസേഷൻ? ഒപ്റ്റിമൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ റിലേറ്റീവ് മാക്സിമം ഓർ മിനിമം ഓഫ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷന്റെ റിലേറ്റീവ് മാക്സിമം മിനിമം കണ്ടുപിടിക്കുന്ന പ്രോസസ്സിന് എന്ന് പറയാം ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. എക്കണോമിക്സ് ആയതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ മാക്സിമത്തിൽ കിട്ടാൻ, ചില കാര്യത്തിൽ മിനിമത്തിലായിരിക്കും. കോസ്റ്റ് മിനിമത്തിലാണ്, പ്രോഫിറ്റ് മാക്സിമത്തിലാണ്. അപ്പോൾ അതിനുള്ള മെത്തഡാണ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ഒപ്റ്റിമൈസേഷൻ യൂസിങ് മാക്സിമം ആൻഡ് മിനിമം. നമുക്ക് മാക്സിമം മിനിമ എന്താണെന്ന് അറിയാം. മാക്സിമം വാല്യൂ ആണ് അല്ലെങ്കിൽ മിനിമം വാല്യൂ ആണ്. അതിനുള്ള കണ്ടീഷൻ എന്ന് പറയും, ഒന്നാമത്തെ കണ്ടീഷൻ ടേക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിട്ട് ഇത് സെറ്റ് ഈക്വൽ ടു 0 ടു ഈക്വൽ ടു ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, സോൾവ് ഫോർ ക്രിട്ടിക്കൽ പോയിന്റ്. എന്നിട്ട് എന്ത് ചെയ്യുക, ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. എന്താണോ നമ്മൾ കാണുന്നത് അതിനുള്ള ഇൻഡിപെൻഡന്റ് വാല്യൂ കിട്ടും. ഈ കണ്ടീഷൻ നമ്മൾ നെസസറി കണ്ടീഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ എന്ന് നമ്മൾ പറയും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണാം. ആ ഫംഗ്ഷന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണാം. അപ്പൊ നമുക്ക് എന്നിട്ട് ക്രിട്ടിക്കൽ പോയിന്റ്, നമുക്ക് നേരത്തെ കിട്ടിയ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് അതിൽ ഇവാലുവേറ്റ് ചെയ്യാം. ആ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ഏതാ, ഇറ്റ് ഈസ് എ മാക്സിമം എടുക്കാം. ഇനി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതെന്തായിരിക്കും, മിനിമം ആയിരിക്കും. ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് കിട്ടിയ വാല്യൂ, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിന്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് തന്നിട്ട ഫംഗ്ഷനിൽ എക്സിന്റെ വാല്യൂ എന്താണ്, മാക്സിമത്തിലാണ്. എക്സിന് കിട്ടിയ വാല്യൂ നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എടുത്ത് 0 ഡിക്കേറ്റ് ചെയ്ത് കിട്ടിയ വാല്യൂ 0ന് എന്തിനാ റിലേറ്റീവ് മാക്സിമം ആണ്. ഇനി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് ദാറ്റ് ഈസ് എ റിലേറ്റീവ് മിനിമം. ഇനി 0ന് ഈക്വൽ ആണെങ്കിൽ ദാറ്റ് ഈസ് എ ടെസ്റ്റ് ഇൻകൺക്ലൂസീവ്. നമുക്ക് ഇത് ടെസ്റ്റിനൊരു കൺക്ലൂഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇതിനെ നമ്മൾ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ എന്നും സഫിഷ്യന്റ് കണ്ടീഷൻ എന്നും നമ്മൾ പറയും. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് കോസ്റ്റ് മിനിമൈസേഷൻ ആണ്. കോസ്റ്റ് മിനിമൈസേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, കോസ്റ്റ് മിനിമൈസേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷന്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കണം. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് നമ്മൾ എടുത്ത് അത് ഈക്വൽ ടു 0 ആക്കണം. നേരത്തെ പറഞ്ഞതുപോലെ അത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ കോൺവെക്സ് ഫംഗ്ഷനാണ്. ഹെൻസ് ഇറ്റ് ഈസ് എ റിലേറ്റീവ് മിനിമം. അതെന്താണ്, റിലേറ്റീവ് മിനിമത്തിലാണ്. ഓക്കെ, നമ്മളൊരു ഉദാഹരണം പറയാൻ, ടി സി ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ക്യൂ. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ടിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പൊ അതിന് ആദ്യം എം സി കാണാം. എന്നിട്ട് എന്ത് ചെയ്യാം, എം സി കണ്ടിട്ട് 0 ടിക്കറ്റ് ചെയ്യുക. എന്നിട്ട് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണാം. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഈസ് മിനിമം. പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഈസ് മിനിമം. ഇങ്ങനെയാണ് കോസ്റ്റ് മിനിമൈസേഷൻ കാണാറുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. വാട്ട് ഈസ് പ്രോഫിറ്റ്? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ടി ആർ മൈനസ് ടി സി ആണ്. ടി ആർ മൈനസ് ടി സി ആണ് ടോട്ടൽ റവന്യൂ നിന്ന് ടോട്ടൽ കോസ്റ്റ് കുറച്ചതാണ്. അതിന്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കാം. എന്നിട്ട് അത് സെറ്റ് ഇറ്റ് ഈക്വൽ ടു 0. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എടുത്തു, അത് നമ്മൾ എന്ത് ചെയ്തു, 0 ഇറ്റ് ഇക്വേറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എടുക്കുക. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണെങ്കിൽ ദ ഫംഗ്ഷൻ എന്താണ്, റിലേറ്റീവ് മാക്സിമം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എടുത്തു, 0 ടിക്കറ്റ് ചെയ്തു. എന്നിട്ട് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എടുത്തു. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ദ ഫംഗ്ഷൻ ഈസ് മാക്സിമം. നെക്സ്റ്റ് വൺ ഈസ് റവന്യൂ മാക്സിമൈസേഷൻ. റവന്യൂ മാക്സിമൈസേഷന് ആദ്യം നമ്മൾ ടോട്ടൽ റവന്യൂ എടുക്കാം. ടോട്ടൽ റവന്യൂ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ക്യൂ ആണ്, പ്രൈസ് ഇൻറ്റു ഔട്ട്പുട്ട് ആണ്. എന്നിട്ട് അതിന്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എടുക്കുക, സെറ്റ് ടു ഈക്വൽ ടു 0. അതാണ് എം ആർ ഈക്വൽ ടു എം ആർ എന്ന് പറയുന്നത്. അത് ഈക്വൽ ടു 0 ചെയ്തു. എന്നിട്ട് നമ്മൾ ഫൈൻഡ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എടുത്തു. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ലെസ് ദാൻ 0 ആണെങ്കിൽ ദ ഫംഗ്ഷൻ ഈസ് മാക്സിമം. റവന്യൂ നമ്മൾ മാക്സിമൈസേഷൻ ആയി ചെയ്യാറുള്ളത്. ഇനി അടുത്ത യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ. യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ, ടേക്ക് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, യൂട്ടിലിറ്റി ഫംഗ്ഷന്റെ സെറ്റ് ടു ഈക്വൽ ടു 0 ഒക്കെ. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എടുക്കുക. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണ്, ദ ഫംഗ്ഷൻ ഈസ് മാക്സിമം. ഇനി കൺസ്ട്രെയിന്റ് ഒപ്റ്റിമൈസേഷൻ ഉണ്ട്. ഒപ്റ്റിമൈസേഷൻ തന്നെയാണ്, അത് കൺസ്ട്രെയിന്റ് ആണ്. കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒപ്റ്റിമം വാല്യൂ, ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, നമുക്ക് തന്നിരിക്കുന്ന ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, നേരത്തെ തന്ന ടോട്ടൽ യൂട്ടിലിറ്റി അതാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമത്തിലേക്ക് എത്തണം. അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാവും അണ്ടർ ഗിവൺ കൺസ്ട്രെയിന്റ്. അതിനൊരു കൺസ്ട്രെയിന്റ് ഉണ്ടാവും. കൺസ്ട്രെയിന്റ് ഇപ്പോൾ യൂട്ടിലിറ്റി ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ ബഡ്ജറ്റ് ആയിരിക്കും, ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് ആണ്. ഇത് നമ്മൾ
എക്കണോമിക്സ്, എഞ്ചിനീയറിംഗ്, ഓപ്പറേഷൻ റിസർച്ചിലൊക്കെ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒന്ന്. അതിലൊന്നാണ് ലാഗ്രാഞ്ച് മൾട്ടിപ്ലയർ. ലാഗ്രാഞ്ച് മൾട്ടിപ്ലയർ എല്ലാവർക്കും അറിയുന്നതാണ്. ജോസഫ് ലൂയിസ് ലാഗ്രാഞ്ച് ആണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാവും, z is equal to function of x, y. അത് നമുക്ക് മാക്സിമത്തിൽ എത്തിക്കണം എന്ത് ചെയ്യണം, അതിനൊരു കൺസ്ട്രെയിന്റ് ഇടണം. കൺസ്ട്രെയിന്റ് എന്താണ്, g of x, y, k equal to k. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ലാഗ്രാഞ്ച് മൾട്ടിപ്ലയർ കാണും. ലാഗ്രാഞ്ച് മൾട്ടിപ്ലയർ കാണാൻ നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷനിലേക്ക് അതിലെ കൺസ്ട്രെയിന്റെ ആദ്യം എന്ത് ചെയ്യും, k മൈനസ് ഈ kന്റെ ഇങ്ങോട്ട് ഈ ഫംഗ്ഷൻ ഇങ്ങോട്ട് കൊണ്ടുവരും റൈറ്റ് സൈഡിലേക്ക്. അപ്പൊ k മൈനസ് ആവും. എന്നിട്ട് അതിനെ ലാംഡ എന്ന് പറയുന്ന ലാഗ്രാഞ്ച് മൾട്ടിപ്ലയർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആഡ് ചെയ്യും. അതോടുകൂടി നമ്മളെ ലാഗ്രാഞ്ച് ഫംഗ്ഷൻ ആയി. എന്നിട്ട് അതിന്റെ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ എക്സ് ആയിട്ടുള്ള ഇതാണ് ലാഗ്രാഞ്ച് ഫംഗ്ഷൻ L ആണ്. ഓക്കെ, ഇതിന്റെ ദോ L ഡിവൈഡ് ബൈ ദോ എക്സ് കാണും, അത് ഈക്വൽ ടു 0 ആക്കും. ഓക്കെ, ഇതിന്റെ ദോ L ഡിവൈഡ് ബൈ ദോ എക്സ് ഈക്വൽ ടു 0, ദോ L ഡിവൈഡ് ബൈ ദോ വൈ ഈക്വൽ ടു 0. ഇതിലെ എന്ത് ചെയ്യാണ്, എക്സ് ആയിട്ടുള്ള ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കാണാം, പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ഇത് y ആയിട്ടുള്ള കാണാം, പിന്നെ ലാംഡ ആയിട്ട് കാണാം. അപ്പൊ നമുക്ക് മൂന്നെണ്ണം കിട്ടും, അതൊക്കെ ഈക്വൽ ടു 0 ഒക്കെ. അപ്പൊ നമുക്ക് ഇക്വേഷനുകൾ കിട്ടും. ആ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിനും വൈക്കും ലാംഡക്കും ഒരു വാല്യൂ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യാം, സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ കാണാം. സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ എന്ന് പറയുന്നത് ഹേസിയൻ ഡിറ്റർമിനന്റ് സ്ക്വയർ മെട്രിക്സ് ആണ്. അത് എന്ന് പറയുന്നത് ഇതിൽ ജി ഓഫ് എക്സും ജി ഓഫ് വൈ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ ഫംഗ്ഷന്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. മറ്റത് ജി ഓഫ് വൈ എന്ന് പറയുന്നത്, ജി വൈ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. പിന്നെ എൽ എക്സ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഈ കാണുന്ന ഇതിന്റെ അടുത്ത ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. എൽ എക്സ് വൈ എന്ന് പറയുന്നത് ഇതിന്റെ നെക്സ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. രണ്ട് വേരിയബിളിലൊക്കെ, രണ്ടോ മൂന്നോ വേരിയബിളിലൊക്കെ കേസ് ആയിരുന്നു. പിന്നെ എൽ വൈ എക്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഫസ്റ്റ് ഓർഡർ അടുത്ത ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എൽ വൈ വൈ എന്ന് പറയുന്നത് ഇതിന്റെ അടുത്ത ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. മാക്സിമൈസേഷന് എന്ത് ചെയ്യണം, ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, മിനിമൈസേഷന് ലെസ് ദാൻ 0 ആയിരിക്കണം. ഇതിൽ നമ്മൾ ഈ ലാഗ്രാഞ്ച് മൾട്ടിപ്ലയർ എക്കണോമിക്സിൽ യൂസ് ചെയ്യുന്നത് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ആണ്. കൺസ്യൂമർ എപ്പോഴും ട്രൈസ് ടു മാക്സിമൈസ് ഇസ് എർ യൂട്ടിലിറ്റി സബ്ജക്ട് ടു ഇസ് എർ ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് അടിസ്ഥാനത്തിൽ നമ്മൾ മാക്സിമം യൂട്ടിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. In a single commodity get consumer reach in equilibrium activity P of X equal to MUX. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ലാഗ്രാഞ്ച് മൾട്ടിപ്ലയർ വെച്ചിട്ടാണ് ഇത് പ്രോബ്ലം സോൾവ് ചെയ്യാറ്. ഇനി പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂയും ടോട്ടൽ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് എത്ര മണിയാണ് നമ്മൾ റിസീവ് ചെയ്യുന്നത് സെയിലിലൂടെ, അതിനാണ് ടോട്ടൽ റവന്യൂ എന്ന് പറയാം. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്നാണ്, ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഓഫ് ദ ഫേം ഈസ് ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ് ഫംഗ്ഷൻ. പ്രോഫിറ്റ് ഫംഗ്ഷൻ എന്ത് ചെയ്യാം, മാക്സിമത്തിൽ എത്തിക്കാം. പിന്നെ കോസ്റ്റ് മിനിമൈസേഷൻ, അത് ട്രഡീഷണൽ തിയറി കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് മാക്സിമൈസിങ് പ്രോഫിറ്റിന് മിനിമൈസ് കോസ്റ്റ് മിനിമൈസ് ചെയ്യാം. പിന്നെ അടുത്തൊരു കൺസ്ട്രെയിന്റ് ഒപ്റ്റിമൈസേഷൻ മെത്തേഡാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. ദാറ്റ് ഈസ് എ സോൾവ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം വേർ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കൺസ്ട്രെയിന്റ് ലീനിയർ ആയിരിക്കും. അതിൽ നമ്മൾ പ്രൊഡക്ഷൻ പ്ലാനിങ്, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ ഇതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഗെയിം തിയറി ഒപ്റ്റിമൈസേഷൻ ഇൻവോൾവ് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് എമംഗ് മൾട്ടിപ്പിൾ പ്ലേയേഴ്സ്. മൾട്ടിപ്പിൾ ഡിസിഷൻ ഉണ്ടാകുമ്പോൾ അവിടെ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുക ഗെയിം തിയറി ഒപ്റ്റിമൈസേഷൻ ആണ്. പിന്നെ മാർക്കറ്റ് ഇക്വിലിബ്രിയം ഉണ്ട്. മാർക്കറ്റ് ഇക്വിലിബ്രിയം, മാർക്കറ്റിൽ എങ്ങനെയാണ് മാർക്കറ്റിലെ ഔട്ട്കം എന്ന് പറയുക, മാക്സിമം പ്രോഫിറ്റ്, അതിനുള്ള എത്രയാണ് അതിനുള്ള ഔട്ട്പുട്ട് എന്നുള്ളതൊക്കെ, മാക്സിമം പ്രോഫിറ്റിൽ എത്തുന്നുള്ള ഔട്ട്പുട്ട് ഒക്കെ. അതിൽ നമ്മൾ കൺസ്യൂമറിന്റെ ഒപ്റ്റിമൈസേഷൻ ഉണ്ട്, കൺസ്യൂമറിന്റെ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ, പ്രൊഡ്യൂസറിന്റെ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, മാർക്കറ്റിന്റെ എഫിഷ്യൻസി, സോഷ്യൽ വെൽഫെയർ മാക്സിമൈസേഷൻ. ഇതുപോലെ കുറേ കാര്യങ്ങൾ ഈ എക്കണോമിക്സിന്റെ അപ്ലിക്കേഷൻ ഒപ്റ്റിമൈസേഷനുമായി ബന്ധപ്പെട്ട് കുറേ ഉണ്ട്. പ്രധാനപ്പെട്ടത് നിങ്ങളുമായി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, താങ്ക് യു.